എല്ലാ പ്രേക്ഷകർക്കും കേരള ഇൻസൈറ്റ് ചാനലിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ യൂട്യൂബുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ യൂട്യൂബിൽ കണ്ടുവരുന്ന ചാനലുകൾ, അതിൻ്റെ കണ്ടന്റുകൾ എന്ന് പറയുന്നത് 3 തരമായി നമുക്ക് വേണമെങ്കിൽ തിരിക്കാം. ഒന്ന്, യൂട്യൂബ് ഒരു പാഷൻ ആയിക്കൊണ്ട് യൂട്യൂബിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ. അതുപോലെ തന്നെ യൂട്യൂബിനെ ഒരു പ്രൊഫഷൻ ആയിക്കൊണ്ട് നിരവധി ആളുകൾ ഇതിൽ പ്രവർത്തിക്കുന്നു. അവരുടെ ഉപജീവന മാർഗം എന്ന നിലയിൽ തുടരുന്ന ചില ചാനലുകൾ. മൂന്നാമതായി വരുന്ന കാറ്റഗറി എന്ന് പറയുന്നത് കണ്ടന്റുകൾക്ക് വേണ്ടിയിട്ട് പരവേശം പിടിച്ചുകൊണ്ട് ഓടി നടന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ പറഞ്ഞുകൊണ്ട് റീച്ച് നേടി യൂട്യൂബിൽ നിന്നും വരുമാനം ലഭിച്ച് ജീവിക്കുന്ന ആളുകൾ. ഞാൻ ഈ പറയുന്നത് മൂന്നാമത്തെ കാറ്റഗറിയിൽ പെടുന്ന ആളുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവർ ചെയ്യുന്നത് യൂട്യൂബിൽ കണ്ടന്റുകൾ കിട്ടാതെ വരുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റീച്ച് എത്താൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്നത് മറ്റുള്ളവരുടെ വീഡിയോകളോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട വാർത്തകളോ ഒക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് അനാവശ്യമായ മേമ്പൊടികൾ ചേർത്തുകൊണ്ട് ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള വീഡിയോകൾ, പ്രത്യേകിച്ച് ഇതിന് മസാല വീഡിയോകൾ എന്ന് പറയാം. ഈ മസാല വീഡിയോകൾ കാണാൻ വേണ്ടി നിരവധി പ്രേക്ഷകർ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം ഒരു വീഡിയോയിലൂടെ പറഞ്ഞാൽ അതിന് പെട്ടെന്ന് റീച്ച് കിട്ടണമെന്നില്ല. എന്നാൽ ഒരു നെഗറ്റീവ് കാര്യത്തെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവൾ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നതായിട്ടുള്ള ഒരു ട്രെൻഡാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് അനുകൂലമായ ഒരു ഘടകം കൂടിയാണ്. മറ്റുള്ളവരെ വ്യക്തിഗത ചെയ്തുകൊണ്ട് നിരവധി വീഡിയോകളാണ് യൂട്യൂബിൽ വന്നുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൻ്റെ നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് പോലും ഇത് ഒരുപക്ഷെ പോകുന്നുണ്ട്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വീഡിയോകൾക്കെതിരെ നടപടിയെടുക്കാനോ ഒരു നിയമം ഇല്ല എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഇവർ രക്ഷപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ആരെയും കളിയാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും കളിയാക്കാൻ കഴിയും, മുഖ്യമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും എന്ന് വേണ്ട ആരെ വേണമെങ്കിലും കളിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ശരിക്കും ഭരണഘടനാപരമായി നമുക്ക് കിട്ടിയിരിക്കുന്ന സ്വാതന്ത്ര്യം എന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. ഈ അഭിപ്രായ സ്വാതന്ത്ര്യം മറ്റൊരു വ്യക്തിയെ ഹറാസ് ചെയ്യാനോ കളിയാക്കാനോ ഉള്ളതല്ല. നമ്മൾക്ക് മറ്റുള്ളൊരു വ്യക്തി എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിമർശിക്കാനും ആ തെറ്റ് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വിശദമായിട്ട് നമുക്ക് ബോധ്യപ്പെടുത്താനുമുള്ള ഒരു കടമ കൂടിയുണ്ട്. ആ ഒരു സിവിക് സെൻസ് ഇല്ലാത്ത ആളുകളാണ് ഇത്തരത്തിൽ സമൂഹ മാധ്യമത്തിൽ നിരവധി വീഡിയോകൾ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീഡിയോകളിലൂടെ ആരെ വേണമെങ്കിലും നമുക്ക് അപകീർത്തിപ്പെടുത്താം, ആർക്കെതിരെ വേണമെങ്കിലും എന്ത് കുറ്റം വേണമെങ്കിലും ആരോപിക്കാം. ഇതിനൊന്നും വ്യക്തമായ ഒരു തെളിവുകളോ മറ്റു ഇല്ലെങ്കിൽ കൂടി ഇത് ജനം പെട്ടെന്ന് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. വളരെ നല്ല രീതിയിൽ മാന്യമായി നടക്കുന്ന ഏത് വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു വീഡിയോയിലൂടെ തന്നെ അയാൾ സമൂഹ മധ്യത്തിൽ നിന്നും അവകാശനാവുകയും അല്ലെ സമൂഹത്തിൽ മറ്റൊരു വ്യക്തി എന്ന നിലയിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ വേണ്ടി ഇക്കൂട്ടർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇരകളായിട്ടുള്ളത് സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സിനിമാ താരങ്ങളാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ അവരുടെ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ളവരാകാം. ഇവരൊക്കെ പെട്ടെന്ന് സെലിബ്രിറ്റികളാവുന്നുണ്ട്. പണം കൊണ്ടും അല്ലെങ്കിൽ സമൂഹത്തിലുള്ള അംഗീകാരം കൊണ്ടും ഒക്കെയാണ് ഇവർ സെലിബ്രിറ്റികൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്തരം സെലിബ്രിറ്റിക്കാരുടെ പുറകെ നടന്നുകൊണ്ട് റീച്ച് ഉണ്ടാക്കുകയും അവരുടെ സ്വാതന്ത്ര്യം പോലും ഹനിക്കത്തക്ക രീതിയിൽ എന്തിനു പറയുന്നു, അവർ മരിച്ചാൽ പോലും അവരുടെ ശവസംസ്കാര ചടങ്ങിൽ പോലും ഇവരുടെ കടന്നുകയറ്റം ഉണ്ടായിക്കൊണ്ട് പല ബുദ്ധിമുട്ടുകൾ സമൂഹം നേരിടുകയാണ്. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ അവഹേളിക്കാനോ അല്ലെങ്കിൽ അവരെ അതിൽ നിന്നും പിന്മാറണമെന്ന് പറയാനോ അല്ല ഈ വീഡിയോ. ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാൻ മറുപടി ഉണ്ടാകും, ഇതാണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ആവശ്യം, അതാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന്. ഒരുപക്ഷെ പ്രേക്ഷകരെ പോലും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ളവരെ പോലും നേരായ വഴിക്ക് നടത്താൻ കഴിയും. ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുണ്ടായ കാരണം തന്നെ ഇത്തരം കണ്ടന്റുകൾ വഴി ജീവിതം നശിച്ച നിരവധി ആളുകളുണ്ട്. അതായത് വളരെ തെറ്റായ വാർത്തകൾ മൂലം ജീവിതം തന്നെ വഴിമുട്ടി നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരൊക്കെ തന്നെ നമ്മളോട് ഇത്തരത്തിൽ യഥാർത്ഥ വസ്തുതകൾ പറയുമ്പോൾ നമ്മൾക്കൊരിക്കലും ആ യഥാർത്ഥ വസ്തുതകൾ വെച്ച് വീഡിയോ ചെയ്തുകൊണ്ട് ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്തരം വാർത്തകൾ ആരും തന്നെ കാണുന്നില്ല. ഒരാൾ ശരി ചെയ്തു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി നല്ലവനാണ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ആരും ആ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കത്തില്ല. എന്നാൽ ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ചെറിയ കുഴപ്പമുണ്ട്, അതിനെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് തന്നെ വലിയൊരു സംഭവമാക്കി മാറ്റിക്കൊണ്ട് സമൂഹ മധ്യത്തിൽ അവതരിപ്പിച്ചാൽ അതൊരു പക്ഷേ പെട്ടെന്ന് തന്നെ ജനങ്ങളെ ഏറ്റെടുക്കുകയും അയാളെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ എയറിലാക്കാൻ കഴിയും.
മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ സംഭവിക്കാവുന്നതാണ്, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ചില തെറ്റുകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരുത്താൻ കഴിയുന്നവയാണ്. മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളുണ്ട്, മനഃപൂർവ്വം അല്ലാതെ ശരിക്കും അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്ന തെറ്റുകളുണ്ട്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ന്യായമായിട്ടുള്ള ശിക്ഷ ലഭിക്കും. അതിന് കോടതികളുണ്ട്. പലരും അവരവരുടെ തോന്നലുകൾക്കനുസരിച്ച് ശിക്ഷകൾ വിധിക്കുന്നു, വ്യക്തിപരമായ വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു, മറ്റുള്ളവരിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് മറ്റൊരാളെ പ്രതിയോഗിയെ നേരിടാൻ വേണ്ടിയിട്ട് ഈ മേഖല ഉപയോഗിക്കുന്നു. ഇതാണ് സമൂഹമധ്യത്തിൽ ഇന്ന് ഉയർന്നിരിക്കുന്ന ഏറ്റവും വലിയ ചോദ്യം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യാൻ ഞങ്ങൾ പ്രേരിതരായത്. ഞങ്ങൾ പറഞ്ഞ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. എന്നാൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾക്ക് ഇത്തരം കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വിവിധ തരമായിട്ടുള്ള ചോയ്സുകളുണ്ട്. അത് ഭയാനകമായ ഒരു തലത്തിലേക്കാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ പറയാം. നന്ദി, നമസ്കാരം.